ഹലോ, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കപ്പോൾ ഇന്നൊരു സിമ്പിളായിട്ടുള്ളൊരു ഓണം ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള മിനിമൽ പ്രൊഡക്റ്റ്സും അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് വെച്ചിട്ടാണ് ഞാനിന്ന് ഈ മേക്കപ്പ് ലുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫുൾ വീഡിയോ കാണാം. ഞാൻ ഓൾറെഡി എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചു. അതായത് മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് ഒരു കളർ കറക്റ്ററാണ്. അപ്പോൾ കളർ കറക്റ്ററിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ കളർ കറക്റ്ററാണിത്. ഇത് വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് ആണുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, വേണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 09 ഓറഞ്ച് ആണ്. വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ചൊന്ന് കുറേ എടുക്കണ്ട കേട്ടോ, അത് ഇങ്ങനെ അപ്ലൈ ചെയ്യാനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഞാൻ അപ്ലൈ ചെയ്യണ പോലെ ചെയ്യണമെന്നില്ല. ഞാൻ ഇട്ടപ്പോൾ തന്നെ ബ്ലെൻഡ് ചെയ്യാറില്ല. ഒരു കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് അതിന് ശേഷമാണ് ഞാനിത് ബ്ലെൻഡ് ചെയ്യാറ്. അപ്പം ഞാൻ ഇത് ഫുള്ള് ബ്ലെൻഡാക്കി. ഇപ്പോൾ ഒരു അടികിട്ടി ചതഞ്ഞ ലുക്ക് ഉണ്ടായിരിക്കും, പക്ഷെ അതൊന്നും നോക്കണ്ട, ട്രസ്റ്റ് ദ പ്രോസസ്സ്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കൺസീലറാണ്. കൺസീലറും ഇതുപോലെ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ കൺസീലറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് 04 മീഡിയം ബേജ് എന്നാണ് ഷെയ്ഡിൻ്റെ പേര്. നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന കൺസീലർ മേടിക്കാം. പിന്നെ എനിക്കൊരു കാര്യം, ഇത് ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് യൂസ് ചെയ്തിട്ട് പറയാനുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആണ്. ആദ്യമായിട്ടൊക്കെ മേക്കപ്പ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ഭയങ്കര ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺസീലറാണ്. കൺസീലറും അതുപോലെ തന്നെ കളർ കറക്റ്ററുമാണ് ഇത് രണ്ടും. സോ നമുക്ക് കൺസീലർ എടുക്കാം. അതിനുശേഷം കൺസീലറും ഇതുപോലെ തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. യക്ഷിപ്പല്ല് പോലെ ഉണ്ടല്ലോ, സോറി, കൈകൊണ്ടല്ല, വിരൽ വെച്ച് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് പതുക്കെ പ്രൊഫഷണൽ ആയാൽ പോരെ. വിരൽ വെച്ചൊക്കെ ചെയ്യുമ്പോൾ കണ്ടോ, വാവ്. അപ്പോൾ കൺസീലറൊക്കെ നമ്മൾ ഫുള്ള് ബ്ലെൻഡ് ചെയ്ത് വന്നു. കണ്ടോ, അവിടുത്തെ ഡാർക്ക് സ്പോട്ട് പോയത് കണ്ടോ? ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഡാർക്ക് സർക്കിളും പോയി. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഐ മേക്കപ്പ് ആണ്. അതിന് ശേഷമാണ് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാൾസിൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റ്. അപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ഷെയ്ഡ് ഇട്ട് കൊടുക്കാൻ പോവാം. ഫസ്റ്റ് ഈ ഷെയ്ഡ് ഇട്ടിട്ട് അതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ഇടാൻ പോകുന്ന ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ്. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഞാൻ ഇതിടണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഒരു ഗോൾഡൻ കളർ തരണമെങ്കിൽ നമ്മൾക്ക് ഇതിട്ട് നോക്കാം. കൊള്ളാലോ ഈ ഷെയ്ഡ്. നെക്സ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് മെയ്ബ്ലൈൻ്റെ ഫൗണ്ടേഷനാണ്. ഷെയ്ഡ് 128. ഇത്ര ഒന്ന് എടുക്കുക, കുറച്ചെടുക്കണം, ലിറ്റിൽ ബിറ്റ്. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ കുറച്ച് കൺസീലർ എടുക്കും, കാരണം ഇതിൻ്റെ കുറച്ചൊരു ഡാർക്കർ പോലത്തെ ഷെയ്ഡായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ലൈറ്റ് വേണമെങ്കിൽ കുറച്ച് കൺസീലർ കൂടെ എടുത്തിട്ടാണ് ഞാൻ കണ്ട എടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്യും. ആക്ച്വലി കൺസീലർ മാത്രം ഇട്ടാൽ മതി, നല്ല കവറേജ് കിട്ടും.
അപ്പോൾ ആ ഫൗണ്ടേഷനും ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഐബ്രോസ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മിസ് ക്ലെയറിൻ്റെ ഒരു ഐബ്രോ പെൻസിൽ ആൻഡ് അതിൻ്റെ കൂടെ ഒരു സ്പൂളിയും ബാക്കിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പൂളി വെച്ച് ജസ്റ്റ് ഇതൊന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൺസീലർ എടുക്കും. കൺസീലർ എടുത്തിട്ട് വളരെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്, ബ്രഷിൽ ശരിക്കൊന്നും വേണ്ട, അങ്ങനെ അതിനുശേഷം ഞാനിങ്ങനെ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്യും. ഇവിടെയും ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യും. പിന്നെ ഉള്ളിൽ ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഞാൻ ഈ ഒരു മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്. ഷെയ്ഡ് ഇസ് 11 ഷോ സ്റ്റോപ്പർ. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡ് ലോറിയലിൻ്റെ വർത്ത് ഇറ്റ് മീഡിയം 635. ഇതൊന്ന് ഉണങ്ങട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യാം.